നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷ സംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സന്ധ്യാദീപം. ദൈവം മനുഷ്യനല്ല, മനുഷ്യന് ദൈവമാകാം. ദൈവം മനുഷ്യരൂപത്തിലും ഉണ്ടെന്ന് സങ്കല്പിക്കുന്നതിൽ തെറ്റില്ല. ഇനി ദൈവത്തെ മനുഷ്യരൂപത്തിൽ തന്നെ സങ്കല്പിക്കണമെന്നില്ല. ഭക്തി വേണം എന്നതാണ് പ്രധാനം. ഇന്നത്തെ മിക്ക പ്രശ്നങ്ങളുടെയും കാരണം ഇതാണ്. ദൈവത്തെക്കുറിച്ചാണ് എല്ലാവർക്കും തർക്കം. എങ്ങനെയിരിക്കും ദൈവം? എവിടെയാണ് വാസം? നിറമേതാണ്? എല്ലാവരെയും ഇഷ്ടപ്പെടുമോ? തർക്കം മുഴുവൻ ഈ വക കാര്യങ്ങളിലാണ്. ദൈവം എവിടെയെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുന്നത് നല്ല തുടക്കം. ഒരിടത്തേ ഉള്ളൂ എന്ന് പറയുന്നത് നാശകാരണം. എവിടെയുമുണ്ട് എന്നറിയുന്നത് ശരിയായ തിരിച്ചറിവ്. എങ്ങനെയിരിക്കുമെന്ന് മനസ്സിലാക്കുന്നത് വെളിവ്. ഒരിടത്ത് കണ്ടവൻ എല്ലായിടത്തും കാണുക. ഈ കാഴ്ച ശരിയാകാതെ പോയതുകൊണ്ടാണ് അർജുനൻ വീണുപോയത്. ശരിയായി കണ്ടപ്പോൾ പറഞ്ഞത്, ദേവ, അങ്ങയുടെ ശരീരത്തിൽ സകല ദേവന്മാരെയും വിവിധ ജീവജാലങ്ങളെയും ഞാൻ കാണുന്നു. ഞാൻ സകലരുടെയും വിശ്വാസത്തിലുള്ള ദേവീ ദേവന്മാരെല്ലാം ഈശ്വരനാണ്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ഭജഗോവിന്ദം ആലപിക്കുന്നത് കേൾക്കാം. പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേ ശയനം പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേ ശയനം ഇഹ സംസാരേ ബഹുദുസ്താരേ ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാ പാരേ പാഹി മുരാരേ കൃപയാ പാരേ പാഹി മുരാരേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഇനി ശങ്കര സ്തോത്രാമൃതം. വീണ്ടും ജനിക്കുക, വീണ്ടും മരിക്കുക, വീണ്ടും അമ്മയുടെ ഗർഭപാത്രത്തിൽ ശയിക്കുക. ഇത് തന്നെ സംസാരഗതി. വീണ്ടും ജനനം എന്ന് പറഞ്ഞതിൽ നിന്ന് ജനനം ആദിയല്ലെന്നും മുമ്പും ജനന മരണങ്ങൾ നടന്നിട്ടുണ്ട് എന്നും മനസ്സിലാക്കണം. ജീവന്റെ സംസാരഗതിയിലെ ബിന്ദുക്കൾ മാത്രമാണ് ജനനവും മരണവും എന്ന് ഓർമ്മപ്പെടുത്തുന്ന മോഹമുദ്ഗരം അഥവാ ഭജഗോവിന്ദത്തിലെ ശ്ലോകമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ
ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഭജഗോവിന്ദമെന്ന് പ്രസിദ്ധമായ മോഹമുദ്ഗരത്തിൽ രണ്ടാം ഭാഗത്തിൽ 8 ശ്ലോകങ്ങളാണ് ശ്രദ്ധിച്ചത്. ഇതിലോരോ ശ്ലോകവും വിവേകവിചാരങ്ങളെ ജനിപ്പിക്കുന്നതാണ്, വൈരാഗ്യത്തെ ജനിപ്പിക്കുന്നതാണ്, സാധനാക്രമത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതാണ്. അതിവിശിഷ്ടമായ മനുഷ്യജന്മം ലഭിച്ചിട്ടും കളികളിലും ഇതര ലിംഗങ്ങളിലും ചിന്തകളിലും ആസക്തരായി കാലം കളയുന്നുവല്ലോ, ബ്രഹ്മാനുചിന്തനത്തിൽ ആരും വ്യാപരിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. തുടർന്ന് ഈ സംസാരത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ്. പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേ ശയനം ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാ പാരേ പാഹി മുരാരേ. പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേ ശയനം ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാ പാരേ പാഹി മുരാരേ. ഹേ മുരാരേ, അല്ലയോ മുരാരേ സംബോധന ചെയ്യുകയാണ്. മുരാരി എന്നാൽ മുരൻ എന്ന അസുരനെ വധിച്ചവൻ, എൻ്റെ ശത്രുവായിട്ടുള്ളവൻ. മുരാരി മഹാവിഷ്ണു. ഹേ മഹാവിഷ്ണു, ഹേ നാരായണ, ഇഹ ബഹുദുസ്താരേ അപാരേ സംസാരേ. ഇഹ ഇവിടെ, എവിടെ? ബഹുദുസ്താരേ, തരണം ചെയ്യാൻ വളരെ ക്ലേശമുള്ള, അപാരേ അപാരമായ സംസാരേ സംസാരത്തിൽ പതിച്ചിരിക്കുന്ന എന്നെ പാഹി രക്ഷിക്കണമേ, നീ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എങ്ങനെയുള്ള സംസാരത്തിൽ? അതാണ് പറയുന്നത്, പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേ ശയനം. വീണ്ടും ജനിക്കുന്നു, വീണ്ടും മരിക്കുന്നു, വീണ്ടും ജനനിയുടെ അമ്മയുടെ ജഠരത്തിൽ വയറ്റിൽ കിടക്കുന്നു. നമ്മൾ എല്ലാവരും ഈ കർമ്മോപാധിയായ ശരീരത്തോടു കൂടിയാണ്. ശരീരമാകട്ടെ സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നിങ്ങനെ നമുക്ക് 3ആയി വിഭജിക്കാം. ഈ കാണാകുന്ന, ബാഹ്യമായി അനുഭവിക്കാവുന്ന അച്ഛനമ്മമാരിൽ നിന്ന് നമുക്ക് ലഭിച്ച, നമ്മൾ കഴിച്ച അന്നം കൊണ്ട് വളരുന്ന ഈ സ്ഥൂലമായ ശരീരം, സർവ അംഗപ്രത്യംഗങ്ങളോടും കൂടിയ ദേഹം. പിന്നെയോ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും പ്രാണങ്ങളും അന്തഃകരണങ്ങളും ചേർന്നത് സൂക്ഷ്മ ശരീരം. ജ്ഞാനേന്ദ്രിയങ്ങൾ 5, കർമ്മേന്ദ്രിയങ്ങൾ 5, പ്രാണങ്ങൾ പ്രധാനമായിട്ട് 5 പറയാം. ഇനി ഉപപ്രാണങ്ങളെ കൂടി കൂട്ടുകയാണെങ്കിൽ 10 ആവട്ടെ. പക്ഷെ മുഖ്യപ്രാണം പറഞ്ഞാൽ ഉപപ്രാണത്തിൽ അന്തർഭവിച്ചു. പിന്നെ അന്ധകരണത്തെ തന്നെ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്നിങ്ങനെ വേർതിരിക്കാം. ഇത്രയും ചേർന്ന സമാഹാരമാണ് സൂക്ഷ്മ ശരീരം. സുഷുപ്തികാലീനമായി ആനന്ദാനുഭവത്തെ നേടുന്ന ജീവൻ ഒന്നും അറിഞ്ഞില്ലെന്നുള്ള ചിന്തയ്ക്ക് കാരണഭൂതമായി ആശ്രയിക്കുന്ന ഉപാധിയാണ് അജ്ഞാന ശരീരം അഥവാ കാരണ ശരീരം. ഇങ്ങനെ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങൾ. ഇതിൽ സ്ഥൂല ശരീരം ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന ഏത് വിധമായ കർമ്മത്തിനും, സൂക്ഷ്മ ശരീരത്തിലെ അന്ധകരണത്താൽ നമ്മൾ ചെയ്യുന്ന ഏത് ചിന്തയ്ക്കും, നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും അതിനനുസരിച്ച് സംസ്കാരം സൂക്ഷ്മ ശരീരത്തിൽ ശേഖരിക്കപ്പെടുന്നത് ചിത്തത്തിലാണ്. ഈ സംസ്കാരത്തിനനുസരിച്ച് സ്വാഭാവികമായി വാസന ഉടലെടുക്കും. ആ വാസനയ്ക്കനുസരിച്ച് വീണ്ടും കർമ്മം ചെയ്തേ മതിയാവും. ചെയ്യിപ്പിക്കും കർമ്മം. വാസനാപ്രേരിതരായി നമ്മളൊക്കെ കർമ്മം ചെയ്യുകയാണ്. ആ ചെയ്യുന്ന കർമ്മത്തിനോ വീണ്ടും സംസ്കാരം ഉണ്ടാവും,
അതിൽ നിന്ന് വീണ്ടും വാസന ഉണ്ടാവും, അത് വീണ്ടും കർമ്മപ്രേരകമാവും. ഇങ്ങനെ കർമ്മം, സംസ്കാരം, വാസന എന്ന രീതിയിൽ കർമ്മചക്രം മുന്നോട്ട് പോകുമ്പോൾ സ്ഥൂല ശരീരം അതിൻ്റെ പ്രാരബ്ധം ക്ഷയിച്ചാൽ വീണു, മരിച്ചു. സൂക്ഷ്മ ശരീരത്തിലെ സംസ്കാരങ്ങളാകട്ടെ പോയിട്ടുമില്ല. സ്വാഭാവികമായി അതത് സംസ്കാരത്തിനനുസൃതമായ മറ്റൊരു സ്ഥൂല ശരീരത്തെ പ്രാപിക്കേണ്ടി വരും. ആ ശരീരത്തിലോ ഇതേ ക്രിയ തുടരുകയാണ്. ഇങ്ങനെ വീണ്ടും 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 സ്ഥൂല ശരീരങ്ങളെ മാറി മാറി ജീവൻ തൻ്റെ ജീവയാത്ര തുടരുകയാണ്, ജീവിതയാത്ര തുടരുകയാണ്. ഈ ഗതിയെയാണ് ജനന മരണങ്ങളുടെ പൗനപുണ്യമായ സംസാരം എന്ന് പറയുന്നത്. സംസാരം എന്ന് പറഞ്ഞാൽ സൃഗതൗ എന്നുള്ള ധാതുവിൽ നിന്ന് സിദ്ധമാകുന്ന സംസാര ശബ്ദത്തിന് നിരന്തരമായ ഗതിയോടൊത്തതെന്നർത്ഥം. കുട്ടിലായാം ഗതൗ എന്നും ധാതു പറയുന്നുണ്ട്. അപ്പോൾ കുട്ടിലഗതിയോടൊത്തത്. ജനനം മരണം, ജനനം മരണം എന്നുള്ളത് തന്നെ കുട്ടിലഗതി. ഈ സംസാരത്തെയാണ് വർണ്ണിക്കുന്നത്. പുനരപി ജനനം പുനരപി മരണം, വീണ്ടും ജനനം വീണ്ടും മരണം. പുനഃ അപി, വീണ്ടും തന്നെ ജനനീ ജഠരേ ശയനം, ജനനിയുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വന്ന് ശയിക്കുന്നു. ഇങ്ങനെ ഈ സംസാരം, ഈ കുടിലഗതിയോടൊത്ത സംസാരം എങ്ങനെയുള്ളതാണ്? ബഹുദുസ്താരമാണ്, തരണം ചെയ്യാൻ പ്രയാസകരമാണ്. തത്വവിജ്ഞാനത്തിലൂടെ തൻ്റെ പൂർണ്ണാത്മബോധം നേടുകയും ശരീരഗതമായ പരിമിതി അതിക്രമിക്കുകയും ചെയ്യുമ്പോൾ പിന്നെ ആ കർമ്മത്തിൻ്റെ ഫലം നമ്മെ ബന്ധിക്കുന്നില്ല. പക്ഷെ ഇത് എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ബഹുദുസ്താരമാണ്, തരണം ചെയ്യാൻ പ്രയാസമാണ്. അപ്പോൾ തരണം ചെയ്യാൻ ബഹുപ്രയാസമായിട്ടുള്ള ഈ സംസാരം വീണ്ടും സംസാരത്തെ വിശേഷിപ്പിക്കുന്നു അപാരമാണ്, അപാരം, അറ്റമില്ലാത്തത്. ഇപ്പോൾ ബഹുദുസ്താരവും അപാരവുമായ സംസാരത്തിൽ ഞാൻ നിപതിച്ചിരിക്കുകയാണ്. ഹേ മുരാരേ, ഭഗവാനെ പാഹി, ഇങ്ങനെ ഈ സംസാരത്തിൽ പതിച്ചിരിക്കുന്ന എന്നെ രക്ഷിക്കണമേ. ഇപ്പം എന്താ ഇപ്പോൾ രക്ഷിക്കാൻ കാരണം? എന്തുകൊണ്ട് നിന്നെ രക്ഷിക്കണമെന്നാണെങ്കിൽ കൃപയാ, കൃപ കൊണ്ട്. അങ്ങ് കൃപാസ്വരൂപനാണല്ലോ, കൃപയുടെ സ്വരൂപമാണല്ലോ അങ്ങയുടേത്. അപ്പോൾ കേവലമായ കൃപ കൊണ്ട്, മറ്റൊരു കാരണവും എന്നെ രക്ഷിക്കാനില്ല. രക്ഷിക്കപ്പെടാൻ ഒരു കാരണവും എൻ്റെ ഭാഗത്തില്ല. ഞാൻ അത്ര വലിയ പുണ്യവാനൊന്നുമല്ല. എങ്കിലും കൃപയാ, കൃപ കൊണ്ട് എന്നെ രക്ഷിച്ചാലും ഹേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ സംസാരത്തിൻ്റെ ക്ലേശങ്ങളെ സൂചിപ്പിച്ച് ഒരു ഭാഗത്ത് പ്രാർത്ഥന, മറ്റൊരു ഭാഗത്ത് നമ്മളിൽ വിവേകത്തെ, വിചാരത്തെ ജനിപ്പിക്കുക കൂടിയാണ്. തുടർന്നുള്ള ഭാഗം അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി സനാതനധർമ്മം. എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും സഫലമാകുന്നില്ല എന്ന് പലരും പറയാറുണ്ട്. ഭാഗവതം ഇതിന് പരിഹാരം പറയുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്ന് സനാതനധർമ്മത്തിൽ സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ സംസാരിക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നിത്യജീവിതത്തിൽ നമ്മളെല്ലാവരും നിരന്തരം പ്രാർത്ഥിക്കുന്നവരാണ്. ചിലപ്പോൾ പ്രാർത്ഥനയൊക്കെ നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്കായിരിക്കും എന്തെങ്കിലും ഒരു ദുരിതം നമ്മുടെ ജീവിതത്തിൽ വരിക. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പറയും, എത്രയധികം ഞാൻ പ്രാർത്ഥിച്ചതാണ്, പ്രാർത്ഥിച്ചിട്ടൊന്നും സഫലമാകുന്നില്ല എൻ്റെ പ്രാർത്ഥന, അല്ലെങ്കിൽ ഈശ്വരൻ അത് ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ ഈശ്വരൻ അത് ഗ്രഹിക്കുന്നില്ല എന്ന് വേണേൽ നമ്മൾ പറയും. ഇതുപോലെ അംബരീഷൻ ഇത്രയും നേരം പ്രാർത്ഥിച്ചിട്ടൊന്നും ആ പ്രാർത്ഥന സഫലമായില്ല. എന്തുകൊണ്ട്? ഇവിടെ സുദർശനചക്രം ശാന്തമായില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് സുദർശനചക്രത്തെ ശാന്തമാക്കാൻ അപ്പം അംബരീഷൻ ചെയ്തത്? നമ്മൾ പ്രാർത്ഥിച്ചു വരുമ്പം നമ്മുടെ പ്രാർത്ഥനകൾ സഫലമാകാതെ വരുമ്പോൾ ഈ രീതിയിൽ പ്രാർത്ഥിക്കാനാണ് ഭാഗവതം ഇനി പറയുന്നത്. അംബരീഷൻ്റെ ഇത്രയും നേരത്തെ സ്തുതികൾ സുദർശനം ഗ്രഹിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴത്തേക്ക് ഭഗവാനും അത് ഉൾക്കൊള്ളുന്നില്ല എന്ന് കണ്ടപ്പം മറ്റൊരു രീതിയിലേക്ക് ആ പ്രാർത്ഥന സമർപ്പിക്കുകയാണ്. യദ്യസ്തിദത്തം ഇഷ്ടം വ സ്വധർമ്മോ വ സ്വനിഷ്ഠിതഃ കുലം നോ വിപ്രദൈവം ചേദ്ദിജോ ഭവതു വിജ്വരഃ. പറയുകയാണ്, ദത്തം, ദാനം.
ദാനം ചെയ്തതിനെയാണ് ദത്തം എന്ന് പറയുക. ഇഷ്ടം യാഗാദി കർമ്മം, പിന്നെയോ സ്വനിഷ്ഠിത സ്വധർമ്മ, വേണ്ടതുപോലെ അനുഷ്ഠിക്കപ്പെട്ടതായിരിക്കുന്ന സ്വധർമ്മം. ഒരുപാട് ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് രാജ്യത്തിലെ സാധുജനങ്ങൾക്കായിട്ട് അവരുടെ ഐശ്വര്യത്തിനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഭഗവാനെ ദാനം ചെയ്തിട്ടുണ്ട്. പിന്നെയോ യാഗാദി കർമ്മങ്ങൾ അങ്ങയ്ക്ക് വേണ്ടിയിട്ട് രാജ്യതാൽപര്യത്തിൽ മുഴുകിക്കഴിയുമ്പോഴും അങ്ങയുടെ ചിന്ത വെടിയാതെ യാഗാദി കർമ്മങ്ങൾ ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി ചെയ്തിട്ടുണ്ട് ഞാൻ. പിന്നെയോ മൂന്നാമത്തതോ സ്വധർമ്മം. എൻ്റെ ഒരു ക്ഷത്രിയൻ എന്ന നിലയ്ക്ക് എൻ്റെ സ്വധർമ്മം എന്താണോ അത് വേണ്ട വിധത്തിൽ അനുഷ്ഠിക്കാനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇങ്ങനെ സ്വധർമ്മം അനുഷ്ഠിക്കാനും യാഗാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കാനും പ്രജകൾക്ക് ദാനങ്ങൾ ചെയ്യാനും ഒക്കെ ജാഗ്രത പുലർത്തിയിട്ടുള്ള ഒരാളാണ് ഈ ഞാൻ. യതി അസ്തി ഉണ്ടെങ്കിൽ നഹക്കുലം ഞങ്ങളുടെ വംശം വിപ്രദൈവം ചെയ്ത് ബ്രാഹ്മണരാകുന്ന ദേവനോട് കൂടിയതാണെങ്കിൽ ദ്വിജഹ ബ്രാഹ്മണൻ ബിജ്വരഹ ഭവത് ദുഃഖമില്ലാത്തവനായി തീരട്ടെ. ഇവിടെ പറയാണ് വേദവിധി പ്രകാരം യജ്ഞാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും അത് ചെയ്തിട്ടുമുണ്ട് ഞാൻ, എന്നെപ്പോലുള്ള ആളുകൾ. അങ്ങനെ ചെയ്ത് ഞങ്ങളുടെ കുലം എപ്പോഴും ശ്രേഷ്ഠന്മാരായിരിക്കുന്ന ആളുകളെ അവരെ വണങ്ങിയിട്ടേ ഉള്ളൂ. ദൈവമെന്ന് പറയുന്ന അങ്ങയുടെ ശക്തിവിശേഷമുണ്ടെങ്കിൽ ഞങ്ങൾ കരുതിയിരിക്കുന്ന പോലെ അങ്ങയുടെ അനുഗ്രഹം എപ്പോഴും ഞങ്ങളിലുണ്ടെങ്കിൽ ആ വക പുണ്യങ്ങളുടെ ഫലമായിട്ട് തന്നെ അല്ലയോ ഭഗവാനെ ഈ ദുഃഖം നിശേഷം നശിപ്പിച്ചു തന്നാൽ എന്ന് പറഞ്ഞ ദുർവാസാവിനെ, ഈ ദുർവാസാവ് സുദർശന ചക്രത്തിൽ നിന്ന് സുരക്ഷിതനായി മാറിയാലും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരു കാര്യം പിടികിട്ടിയല്ലോ, ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ, ഞാൻ എന്തൊക്കെ ദാനാദി കർമ്മങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ടോ, അതുപോലെ തന്നെ ഞാൻ ഏതൊരു വിധത്തിലുള്ള സ്വധർമ്മമാണോ അനുഷ്ഠിച്ചിരിക്കുന്ന, ഞങ്ങളുടെ കുലം എങ്ങനെയാണ്, ആ ഞങ്ങളുടെ കുലമെല്ലാം എന്ത് കർമ്മം ചെയ്യുന്നെങ്കിലും ഭഗവാനെ അല്ലയോ വിഷ്ണു ഭഗവാനെ അങ്ങയെ സ്മരിച്ചുകൊണ്ട് അങ്ങയിൽ സമർപ്പിച്ചുകൊണ്ടാണ് എല്ലാ കർമ്മങ്ങളും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അർത്ഥിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്താ ഈ ദുർവാസാവിനെ ഇതിൽ നിന്ന് സുരക്ഷിതനാക്കിയാലും. അപ്പോൾ ഇവിടെ ഈ ഒരു രീതിയിലും വേണേൽ നമുക്ക് പ്രാർത്ഥിക്കാമെന്നാണ് ഭാഗവതം പറയുന്നത്. നമ്മളറിയാണ്ട് പറയാറുണ്ട്, എന്തുവാ ഞാൻ ഇതുവരെ യാതൊരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ഇതുവരെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അത് നമ്മുടെ ഒരു അറിവില്ലായ്മയാണ്. നമ്മളിതൊക്കെ പഠിച്ചതിന് ശേഷം, ഇതൊക്കെ ഗ്രഹിച്ചതിന് ശേഷം നമ്മൾ ചിന്തിച്ച് നോക്കണം, എന്താ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് എന്ത് ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പോഴാണ് മനസ്സിലാകുന്നത് ധർമാധർമ്മ വിവേകം നമുക്ക് ഉണ്ടാകുന്നത്. ആ ധർമാധർമ്മ വിവേകം നമ്മളിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അറിവ് സമ്പാദിക്കുക എന്ന് ഭാഗവതം തന്നെ നമ്മളോട് പറയുന്നു. ഇവിടെ അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞ് സ്വധർമ്മം, വേണ്ടതുപോലെ സ്വധർമ്മം അനുഷ്ഠിച്ചു. തൻ്റെ ധർമ്മം എന്താണെന്ന് ഒരു വ്യക്തിക്ക് മനസ്സിലാക്കിയിരിക്കണം. ഒരു ഗൃഹസ്ഥനാണ് ഞാൻ എന്ന് വിചാരിക്കുക. ആ ഗൃഹസ്ഥൻ അനുഷ്ഠിക്കേണ്ട ധർമ്മം എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാവിലെ എഴുന്നേറ്റ് കുളിക്കുക എന്ന് പറഞ്ഞാൽ പഞ്ചമഹായജ്ഞങ്ങൾ നമുക്ക് വേണ്ടി വിധിച്ചിട്ടുണ്ട്. ആ പഞ്ചമഹായജ്ഞത്തിൽ ഏറ്റവും പ്രധാനമാണ് ദേവപൂജ. ദേവന്മാരെ പൂജിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. രാവിലെ ഒരു 6 മണി വരെ കിടന്നുറങ്ങാണ്ട് നേരത്തെ എഴുന്നേൽക്കുക. ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു സുഹൃത്തിനെ കണ്ടു. അദ്ദേഹം ഒരു CA കാരനാണ്, ഒരുപാട് കമ്പനിയുടെ കണക്ക് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഈ ഉത്തരവാദിത്തപ്പെട്ട കർമ്മത്തിനകത്ത് നിങ്ങൾക്ക് പറ്റുമോ ഈശ്വരവിശ്വാസം നിലനിർത്താനെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞാൻ രാവിലെ 7 മണിക്ക് ഭക്ഷണം കഴിക്കും, ഉച്ചയ്ക്ക് 12 മണിക്ക് കഴിക്കും, വൈകിട്ട് 6:30 കഴിക്കും. നിങ്ങളോ? രാവിലെ കൃത്യം 2:45 3 മണിക്ക് അപ്പുറം പോകില്ല, എഴുന്നേൽക്കും. ഇങ്ങനെ ഒരു ദിനചര്യ എനിക്കുള്ളത് കൊണ്ട് എനിക്ക് അനായാസമായിട്ട് എൻ്റെ കർമ്മം ചെയ്യാൻ പറ്റുന്നു എന്ന് മാത്രമല്ല, എൻ്റെ ഈശ്വരവിശ്വാസത്തിലൂടെ എനിക്കൊരു നല്ല മനസ്സിനെ സൃഷ്ടിക്കാനും സാധിക്കുന്നു. നമുക്ക് ഒരു ദിനചര്യയെക്കൂടാണ് ഒരു CA കാരൻ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ അവസ്ഥയെ സൃഷ്ടിക്കുന്നതെങ്കിൽ എത്രയോ ഉത്തരവാദിത്തപ്പെട്ട ഓരോ കർമ്മത്തിനകത്തും ഇരിക്കുന്ന നമുക്കൊക്കെ ഇങ്ങനൊരു ദിനചര്യ സ്വമേധയാ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ
അതിൻ്റെ ഗുണം നമ്മുടെ മനസ്സിന് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമേ വേണ്ട. അതുകൊണ്ട് അത്യാവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടുന്നത് ദിനചര്യയാണെന്നുള്ള കാര്യം മറക്കരുത്. അതാണ് ഭാഗവതയുടെ പറഞ്ഞ സ്വധർമാനുഷ്ഠാനം. ദേവന്മാരെ വിസ്മരിച്ചുകൊണ്ട് ഒരു ദിവസവും പോകരുത്, അത് പാഴ്ദിനമായി മാറും. അതുപോലെ തന്നെ അധ്യയനം, പിന്നെ പറയുന്നുണ്ട് അധ്യയനം പറയുന്നുണ്ട്, ബ്രഹ്മയജ്ഞം എന്ന് പറയും. അധ്യയനമാണ് രണ്ടാമത്തെ യജ്ഞം. അതായത് ഗ്രന്ഥാദികൾ പഠിക്കണം. എല്ലാ ദിവസവും എഴുന്നേറ്റ് ഗീതയിലെ ഒരു ശ്ലോകം പഠിക്കുക, അല്ലെങ്കിൽ ഭാഗവതത്തിലെ ഒരു ശ്ലോകം പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗുരുക്കന്മാരുടെ കൃതികൾ പഠിക്കുക. ഇതിലേതെങ്കിലും ഒന്നൊരു ദിനചര്യയാക്കി മാറ്റിയാൽ തന്നെ മനസ്സ് എത്രത്തോളം റിലാക്സ് ആകുമെന്നറിയാവും. മനസ്സ് നന്നാകുന്നില്ലെന്ന് സ്വമേധയാ പഴിച്ചുകൊണ്ടിരിക്കും, ചെയ്യേണ്ടതിട്ട് ചെയ്യുകയില്ല. ഇതാണ് ഇപ്പോൾ ഹിന്ദുക്കളുടെ അവസ്ഥ. ഇതൊന്നും മാറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും, ഞാനിവിടെ ഇത് കേൾക്കുന്ന എല്ലാവരെയും ഉദ്ദേശിച്ച് മാത്രമാണ് ഈ പറയുന്നത്, നിങ്ങൾ മാറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വയം പഴിച്ചുകൊണ്ടിരിക്കാനേ സമയമുണ്ടാവുള്ളൂ. അതുകൊണ്ട് സ്വയം പഴിക്കാതിരിക്കാൻ ഇവിടെ അംബരീഷൻ പറഞ്ഞിരിക്കുന്ന മാർഗത്തെ പിന്തുടരുക. ദാനം ചെയ്യുക, യാഗാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, സ്വധർമ്മം അനുഷ്ഠിക്കുക. ഇത് മൂന്നും ചെയ്ത് ഭഗവത് അർച്ചനയോടുകൂടി കർമ്മം ചെയ്യാൻ സാധിക്കുക. അപ്പോൾ നിങ്ങളുടെ ജീവിതം വിജയം വരിക്കുന്നതായിരിക്കും. നമസ്കാരം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ॐ कृष्णा हरे जय कृष्णा हरे गुरुवायूरप्पा कृष्णा हरे ॐ कृष्णा हरे जय कृष्णा हरे गुरुवायूरप्पा कृष्णा हरे ॐ कृष्णा हरे जय कृष्णा हरे गुरुवायूरप्पा कृष्णा हरे कृष्णा हरे जय कृष्णा हरे गुरुवायूरप्पा कृष्णा हरे पार्थ सारथे कृष्णा हरे राधिकापते कृष्णा